എങ്ങനെയുണ്ട് ഇപ്പൊ ആവേശം കൂടി വരുവാണ് ഓരോ ദിവസം കൂടുമ്പോഴും? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ വന്നപ്പോ അവര് പറയുന്നത് എന്റെ പിതാവ് നൽകിയ 50 ലക്ഷം രൂപയല്ലാതെ പിന്നെ ഈ റോഡിന് വേണ്ടി കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു നയാ പൈസ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിച്ചിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള പരാതികളാണ് കേൾക്കുന്നത്. ഇതൊക്കെയാണ് നാട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചർച്ചകളിൽ നിന്നൊക്കെ വഴിമാറ്റാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ തീർച്ചയായും നിലമ്പൂരിന്റെ മുരടിച്ച വികസന മുരടിപ്പ്, നിലമ്പൂരിന്റെ ഈ പറയുന്ന അരക്ഷിതാവസ്ഥ, നിരാലംബരും നിസ്സഹായരും നിരാശ്രയരുമായി നിൽക്കുന്ന ഈ നിലമ്പൂരിലെ സാധാരണക്കാർ അത്തരം കാര്യങ്ങൾ ആണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയമാകുന്നത്. അപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് UDF കാര്യമായ പ്രചാരം. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ 9 വർഷമായി ഉള്ള ദുരിതപൂർണമായ ദുസ്സഹമായ അവസ്ഥാവിശേഷം ചർച്ച ചെയ്യുന്നു. ഈ രണ്ട് വിഷയം ഞാൻ പറഞ്ഞു. കേരളത്തിന്റെ ദുസ്സഹവും ദുരിതപൂർണമായ അവസ്ഥ, നിലമ്പൂരിന്റെ ഈ ശോചനീയ അവസ്ഥ, 9 വർഷമായിട്ടുള്ള നിലമ്പൂരിലെ ശോചനീയ അവസ്ഥ, ഇത് രണ്ടും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്നത്. വർത്തമാനകാലത്തെ കാര്യങ്ങളാണ് UDF പറയുന്നത്, അതിന് മറുപടിയില്ല. അതുകൊണ്ട് വർത്തമാനകാലം പറയാതെ ചർച്ച തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ചെയ്യുന്നത്. വർത്തമാനകാലം പറയട്ടെ. എന്തിനാ വർത്തമാനകാലത്തെ ഇത്ര പേടിക്കുന്നത് LDF ചർച്ച ചെയ്യാൻ? ഈ മലപ്പുറത്തെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി അടക്കം ബോധപൂർവ്വം അങ്ങനെ പരാമർശം നടത്തി എന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? ഞാനിത് പറയാനല്ലോ പറഞ്ഞു കഴിഞ്ഞു.